പൊങ്കാല വിശേഷങ്ങൾ എന്തൊക്കെയാ? പ്രേക്ഷകർ കാത്തിരിക്കുന്നു കേൾക്കാനായിട്ട്. പൊങ്കാല വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാനുള്ള, കാരണം എല്ലാ വർഷവും ദേവിയുടെ അടുത്തെത്താനായിട്ടുള്ള ആ ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. ഇന്ന് പോകുമ്പോഴേ അടുത്ത വർഷത്തെ ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളികളായി, എന്നാ വരുന്നതെന്നായി. കാരണം ഇവിടെ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ വർഷമായിട്ട് അമ്മ ഇവിടെ തന്നെ, ഇത്രയും അമ്മയുടെ അടുത്ത് ഇവിടെ തന്നെയാണ് ഞങ്ങൾക്ക് അടുപ്പ് കിട്ടുന്നത്. മിക്കവാറും തലേ ദിവസം വരെ അടുപ്പിൻ്റെ കാര്യത്തിൽ വലിയ പ്രോബ്ലം ആയിരിക്കും. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ കറക്റ്റ് ഇവിടെ തന്നെ ഇരിക്കും. അതൊരു ഭാഗ്യം തന്നെയാണല്ലോ ഇവിടെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞങ്ങൾ 2 ദിവസം മുമ്പായിട്ട് ഇവിടെയുണ്ട്. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വർഷം ഇന്നലെ രാത്രിയിൽ വരാൻ പറ്റുള്ളൂ എന്നായിരുന്നു തീരുമാനം. അവസാന നിമിഷത്തിൽ അത് മാറിയിട്ട് 3 ദിവസം മുമ്പ് നമുക്കിവിടെ വരാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം 3 ദിവസം അമ്മയുടെ നടയിലിരിക്കാനാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കും. അതാണ് അമ്മയുടെ ഒരു ശക്തി. അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ 40 ലക്ഷം സ്ത്രീകൾക്കും അല്ലെ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇതേ അനുഭവം. അല്ല പിന്നെ ഇങ്ങനെ വർഷം അത് 1000 2000 അല്ലല്ലോ കൂടുന്നേ. 10 ലക്ഷം കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ചാട്ടോ 25 ലക്ഷം. കഴിഞ്ഞ 25 നിന്ന് ഇപ്പോൾ 15 ലക്ഷം കൂടി 40-ലേക്കാണ് വരുന്നത്. എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ എന്ത് ത്യാഗം സഹിച്ച് നോയമ്പ് നോറ്റ് ആ ഒരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനി എത്രയൊക്കെ ചൂട് സഹിച്ച് പുക സഹിച്ച് എന്തൊക്കെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും അമ്മയുടെ അടുത്ത് എത്തിയിരിക്കും. അമ്മ എത്തിച്ചിരിക്കും. എത്ര വർഷമായിട്ടാണ് ചേച്ചി പൊങ്കാലയിടുന്നത്? 20 വർഷമായിട്ട് വരുന്നുണ്ട്. 1-2 വർഷം മുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്നു, എനിക്ക് അറിവായ പിന്നെ ഞാൻ ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടുന്നത്. പ്രേക്ഷകരോടൊപ്പം എന്താ പറയാനുള്ളത്? പൊങ്കാലയായിട്ട് ഒരിക്കലെങ്കിലും പൊങ്കാല ഇട്ടിട്ടില്ലാത്തവർ, അതായത് കേട്ടുകേൾവി മാത്രമുള്ളവർ ഒരിക്കലെങ്കിലും ഇത് അനുഭവിച്ചറിയണം, അമ്മയുടെ അനുഗ്രഹം അനുഭവിച്ചറിയണം. അപ്പോൾ ഈ വർഷമെങ്കിലും തീരുമാനിക്കണം അടുത്ത വർഷം അമ്മയുടെ അടുത്ത് വരുമെന്ന്. അതൊരു അനുഭവമായിരിക്കും. അത് എൻ്റെ മാത്രമല്ല, ഈ ലക്ഷോപലക്ഷം ജനങ്ങളുടെയും അഭിപ്രായം അതായിരിക്കും. താങ്ക് യു ചേച്ചി.